സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ രണ്ടാമത്തെ ദശകത്തിൽ 10ാമത്തെ, അതായത് അവസാനത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഭക്തിയോഗം വളരെ മനോജ്ഞമാണ് എന്ന് പറഞ്ഞു തുടങ്ങി. കർമ്മയോഗവും ജ്ഞാനയോഗവും അത് വെച്ച് ശ്രേഷ്ഠമാണ് ഭക്തിയോഗം എന്ന് പ്രസ്താവിച്ചു. പിന്നൊന്ന് കൊണ്ട് അത് എങ്ങനെയൊക്കെയാണ് അങ്ങനെയാവാൻ കാരണം എന്ന് പ്രസ്താവിച്ചതാണ് ഒടുവിൽ പറഞ്ഞത്. മനോജ്ഞമാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞ് കർമ്മത്തേക്കാൾ ജ്ഞാനത്തേക്കാൾ മീതയാണെന്ന് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 9ാമത്തെ ശ്ലോകത്തിൽ കർമ്മത്തേക്കാൾ ജ്ഞാനത്തേക്കാൾ എങ്ങനെ അത് ശ്രേഷ്ഠമായിരിക്കണമെന്ന് പറഞ്ഞു. 3 ശ്ലോകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വെറുതെ ഭക്തിയോഗത്തെ പറ്റി 7ാമത്തേൽ കർമ്മജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് 8ൽ, കർമ്മജ്ഞാനത്തേക്കാൾ എപ്രകാരം ശ്രേഷ്ഠമാണ് എന്ന് 9ാമത്തെ. 3 വ്യത്യാസമാണ്. ഭക്തിയോഗം പൊതുവേ കർമ്മജ്ഞാനമായിട്ട് കൂടുതൽ നല്ലതാണെന്നുള്ളത്, പിന്നെ അതെങ്ങനെ എന്നുള്ളതാണ് 9ൽ, ആ 3 പറഞ്ഞത്. പ്രീ ഡിഗ്രി പാസ്സായാലും MBBS പോവാം, BSc പാസ്സായിട്ടും MBBS പോവാം, ഇല്ലേ? അപ്പോൾ സാധാരണ നിലയ്ക്ക് BSc വേണ്ടാണ്ട് എടുക്കാതെ നമുക്ക് MBBS പോവുകയാണെങ്കിൽ 3 കൊല്ലം ലാഭമല്ലേ? എളുപ്പത്തിലാണ് പറയുകയാണെന്ന് വെച്ചാൽ തന്നെയാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും MBBS ഉണ്ടെങ്കിലേ ഡോക്ടറാവട്ടോ, അല്ലേ? അപ്പോൾ അത് പ്രീ ഡിഗ്രി പാസ്സായാലും പോവാം, BSc പാസ്സായാലും പോവാം, പോയിക്കൂടെ? അപ്പോൾ BSc പാസ്സായാൽ എന്താ ഒരു വ്യത്യാസം? അതവിടെ എഴുതി വയ്ക്കാം തന്നെ. BSc MBBS എന്ന് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ BSc MS എന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി. അല്ലാണ്ട് ബാക്കി വല്ല കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ടോ? എന്നിപ്പോൾ അത് വേഗം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ജ്ഞാനയോഗം പഠിച്ചു വെച്ചാൽ നമുക്ക് പറയാം, ഓ അയാൾ കുറച്ച് പഠിച്ച ആളാണേ, കഴിഞ്ഞു, അതിലേ ഉള്ളൂ, അല്ലാണ്ട് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അതേപോലെ കർമ്മയോഗം അയാൾ യാഗം ചെയ്യിച്ച ആളാണ്, വേദം പഠിച്ച ആളാണ്, ഒരു അഡീഷണൽ ഇത് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അത് ലക്ഷ്യത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ് 3 ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഇനി ഇവിടെ അടുത്തത് ത്വത്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീ മക്ലേശതർത്തന്വതി സത്യസിദ്ധികരി ജേത്തെ വിഭോ സൈവാസ്തുമേ ത്വത്പദപ്രേമ പ്രൗഢിരസാതൃതരം വാതാലയാദീശ്വര. അവസാനത്തെ ശ്ലോകത്തിൽ എന്താണ് വ്യത്യാസപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? ഭക്തിയുടെ മഹത്വമാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. എന്താണ് വ്യത്യാസപ്പെട്ട് പറഞ്ഞിരിക്കുന്നതാണ്? മറ്റ് ശ്ലോകത്തിൽ നിന്ന് ഭക്തിയെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പേ ഉള്ളതിൽ ഭക്തി പ്രാർത്ഥന ഉണ്ടായില്ല. ഭക്തി നല്ലതാണെന്ന് പറയല്ലേ ഉള്ളൂ, മതിയോ? നമുക്ക് ഭക്തി ഉണ്ടാവണ്ടേ? നല്ല സാധനം നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ? എന്നാലല്ലേ അത് അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ട വഴിയാണ് മനസ്സ് കനിഞ്ഞ് പ്രാർത്ഥിക്കുക. നല്ല പൂർവ്വപുണ്യവും ദൈവാധീനവും ഉള്ളവർക്കാണ് ഈ ഭക്തി എന്ന ആ ഒരു എന്താ പറയേണ്ട വികാരമോ അവസ്ഥയോ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണ് ഭക്തി എന്ന് അവിടെ മനസ്സിലാക്കണം. നേരത്തെ അതിലൊക്കെ പറയുണ്ടായി, ശീതബാഷ്പം ഉണ്ടാവുക, ആനന്ദക്കണ്ണീര്, രോമാഞ്ചവും ശരീരത്തിൽ ചെറുതായിട്ടുള്ള വിറയലുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഗദ്ഗതകണ്ഠമായിട്ട് അത് മുഴുവനും
ശരിയായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ വരിക, ഇതൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണം. ഇതൊക്കെ എത്രയോ പൂർവ്വപുണ്യം കൊണ്ട് ചിലർക്ക് മാത്രം സാധിക്കണ ഒരു സിദ്ധിയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ലോകത്ത് നിന്ന് ക്രമേണ വിട്ട് ഉള്ളൊരവസ്ഥ തന്നെ അനുഭവപ്പെടും. അപ്പോൾ അത് പ്രാർത്ഥിക്കുകയാണ്, അത് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. ശുദ്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവണേ ഭഗവാനെ, വേറെ യാതൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഭക്തി ഉണ്ടായാൽ മതി. ആ ഭക്തി കൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും. നീതയും പ്രാർത്ഥിച്ചു, എല്ലാവരും തന്നെയാണ് കഷ്ടങ്ങൾ തന്നോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷേ ഭക്തി മാത്രം എന്നിൽ നിന്ന് എടുക്കരുത്. ആ ഭക്തി ഇല്ലെങ്കിൽ ഞാനില്ല, ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് ആ ഭക്തിയെങ്കിലും എനിക്ക് തരണം. പിന്നെ അപ്പം നല്ലതായാലും ചീത്തയായാലും എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാണ്. ഈ ഭക്തിയുടെ ആ ഒരു പരവശതയിൽ, ഭക്തിയുടെ ആ ഒരു പരവശതയല്ല, ഭക്തിയുടെ ആ ഒരു ശക്തിയിൽ, ശക്തമായിട്ടുള്ള വെളിച്ചത്തിൽ ബാക്കി സർവ്വപരവശതകൾ, അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്, ബാക്കി സർവ്വപരവശതകളും കുറവുകളും ഇല്ലാതായിട്ട് തീരണം. സൂര്യൻ ഉദിച്ചാൽ ബാക്കി വെളിച്ചത്തിന് വല്ല പ്രസക്തിയുണ്ടോ? അത് വിളക്കിൻ്റെ ആയാലും വേണ്ടില്ല, ടോർച്ചിൻ്റെ ആയാലും വേണ്ടില്ല, മറ്റു വിളക്കുകൾ ഒന്നിനും പിന്നെ പ്രസക്തിയില്ല. അപ്പോൾ സൂര്യൻ, അപ്പോൾ നേരത്തെ ഇല്ലേ പറയുകയും ചെയ്തിട്ടുണ്ട്, പൂന്താനം എന്താ കദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. മധ്യാഹ്ന സ്തുതി അല്ലേ, മധ്യാഹ്നം പ്രഭ ഇരിക്കെ, മധ്യാഹ്നത്തിൽ സൂര്യൻ ഉദിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഖദ്യോതം എന്ന് പറഞ്ഞാൽ എന്താ, മിന്നാമിനിങ്ങിൻ്റെ പിന്നാലെ പോവുക ആരെങ്കിലും അല്ലേ? മധ്യാഹ്ന പ്രഭ ഉണ്ടാവുന്ന സമയത്ത് ആരെങ്കിലും മിന്നാമിനിങ് ആ വെളിച്ചത്തിനെ ആഗ്രഹിക്കുമോ? ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലത്തെ സർവ്വതും ഭഗവത് വെളിച്ചം, ആ ഭക്തിയാകുന്ന വെളിച്ചം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് അതെനിക്ക് കിട്ടിയാൽ മതി ഭഗവാനെ, അതെങ്കിലും എനിക്ക് നിഷേധിക്കരുതേ പറയണ. ബാക്കിയൊക്കെ പൊക്കോട്ടെ, ഞാനതിനെയൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും എനിക്ക് സുഖം തരുമെന്ന് വിചാരം ഉണ്ടെങ്കിലും ഇത്ര തന്നെ ഉള്ളൂ. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അത് ആ ഭക്തിയെ പറ്റി ഒന്നും അങ്ങനെ പറയുകയും ചെയ്യേണ്ട, എങ്ങനെ അത് ഉണ്ടാവും അറിയണല്ലോ. തത് ഭക്തിസ്തു, അങ്ങയിലുള്ളതായിട്ടുള്ള ഈ പറഞ്ഞ ഭക്തിയാവട്ടെ, കഥാരസാമൃതചരീ നിർമ്മജ്ജനേന, കഥയാകുന്ന അമൃതത്തിൻ്റെ ഒഴുക്ക്, ശരി എന്ന് പറഞ്ഞാൽ ഒഴുക്ക, അമൃതപ്രവാഹം, ആ ഒഴുക്കിൽ നിന്ന് സ്വയം സിദ്ധ്യന്തി, യാതൊരു പ്രയത്നം ചെയ്യണ്ട. അതെല്ലാവർക്കും ഇഷ്ടമല്ലേ, പ്രയത്നം ചെയ്യാണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക വെച്ചാൽ. എല്ലാവർക്കും ഷോർട്ട് കട്ടാണ് ഇപ്പോൾ ഇഷ്ടം. അരയ്ക്കാൻ വയ്യ ഗ്രൈൻഡർ വേണം, മിക്സി വേണം, തിരുമ്പാൻ വയ്യ മെഷീൻ വേണം, നടക്കാൻ വയ്യ വാഹനം വേണം ഇല്ലേ. എല്ലാറ്റിനും എളുപ്പത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഭക്തിക്കും വേണ്ടേ അപ്പോൾ ഒരു എളുപ്പം. അവർ കണ്ടെത്തിയിരിക്കുന്നു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന. പക്ഷെ തോന്നണ്ടേ, അതിപ്പോൾ എന്തായാലും വേണം. ഗ്രൈൻഡർ ഉണ്ട്, ഓൺ ചെയ്യണ്ടേന്നും പറഞ്ഞിരുന്നാൽ നടക്കുമോ? ഓണെങ്കിലും ചെയ്യണം, എന്നാലല്ലേ നടക്കൂ. അതുപോലെ ഇവിടെ പറയുകയാണ് കഥാരസാമൃതചരീ നിർമ്മജ്ജനേന, കഥ കേൾക്കുക എന്ന സ്വിച്ച് നമ്മളൊന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇരിക്കുന്നല്ലേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ സ്വയം സിദ്ധ്യന്തി, അത് വർക്കൗട്ടായിക്കോളും അല്ലേ. ഓടേ ചാടേ നമ്മളെന്തെങ്കിലും ചെയ്യേ ഒന്നും വേണ്ട. സ്വയം സിദ്ധ്യന്തി, കഥാരസ ആകുന്ന അമൃതപ്രവാഹത്തിലങ്ങനെ മുങ്ങിയാൽ, നിർമ്മജ്ജനേന മുങ്ങുമ്പോൾ അതിലങ്ങനെ മുങ്ങിയിരുന്നാൽ താനേ വന്നു ചേരുന്നതും ഇത്ര എളുപ്പമാണ്. താനേ വന്നു ചേരുന്ന പറയണം. സിദ്ധ്യന്തി, സ്വയം സിദ്ധ്യന്തി. നല്ല വക്താക്കളൊക്കെ ഒരു കാലത്ത് നിന്ന് ഇരുന്ന് കേട്ടിട്ടുണ്ടാവും. ഇരുന്ന് കേൾക്കാതെ, ശ്രദ്ധയോടുകൂടി കേൾക്കാതെ ഒരു വക്താവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ കേൾക്കലിൻ്റെ പ്രാധാന്യം. ശ്രവണം, അവിടെ നിന്നാണ് തുടങ്ങുക. ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം, തുടക്കം ഇവിടുന്ന ശ്രവണം. സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവി, കുറച്ചാന കഴിഞ്ഞാലോ വിമലപ്രബോധ പദവി, നിർമ്മലമായിരിക്കുന്ന ജ്ഞാനം, ആ പദവിയിലാണ്ട് എത്തുകയാണ്. ഭക്തി പോയിട്ട് കുറേശ്ശെ ജ്ഞാനമാവും. ഭക്തിയുടെ പരമമായ അവസ്ഥയാണ് ജ്ഞാനം, അത് വേറൊരു സംഗതി ഒന്നുമല്ല. ഈ ഭക്തിയുടെ ക്ലൈമാക്സിൽ അവൾ ജ്ഞാനിയായിട്ട് തീരുന്നു. ജ്ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കുക. കുറേ പ്രസംഗിച്ചാലും കുറേ പഠിച്ചാലും കുറേ എഴുതിയാലും ജ്ഞാനിയാവില്ല കേട്ടോ. വേദാന്ത തത്വങ്ങളങ്ങനെ എഴുതി വെച്ചു, വേദാന്ത തത്വങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതി, വേദാന്ത തത്വങ്ങളെപ്പറ്റി പ്രസംഗിച്ചു, ഇതല്ല ശരിക്കും പറയാച്ച ഭക്തി. അതുകൊണ്ടാണ് ആ ജ്ഞാനം, അതല്ല ശരിക്കും. അതാണ്
അത് എഴുതിയാൽ നമുക്ക് അയാളെ ജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ശരിക്കുള്ളവർ പറയണത്. അയാൾ 100 പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ അയാളുടെ ജീവിതകാലത്ത്, ജ്ഞാനിയാവണമെന്നില്ല, ഉറപ്പായിട്ടുമില്ല. അയാൾ നല്ലൊരു എഴുത്തുകാരനാവാം, അത്രയേ ഉള്ളൂ. അയാൾ നല്ല പ്രാസംഗികനാണ്. അയാൾ എന്താ ജ്ഞാനറിയോ പറയാൻ പറ്റില്ല, തെറ്റ്. അയാൾ നല്ല പ്രാസംഗികനാണെന്ന് പറയാം. അയാൾ എത്രയാ വായിക്കണ വീട്ടിലിരുന്നിട്ട്, നല്ലോണം വായിക്കുന്ന ആളാണെന്ന് പറയാം. ഭക്തൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ഉറപ്പിച്ചോളൂ. ഇവിടെ പ്രത്യേകം പറയണു അറിവുള്ളവർ, ഇതൊന്നുമല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവമാണ്. പ്രപഞ്ചത്തെ മറക്കാനും ഈശ്വരനിൽ ആനന്ദിക്കാനും കഴിയുക, അത്രയേ വേണ്ടൂ. വായിച്ചാലും വായിച്ചില്ലെങ്കിലും, പ്രസംഗിച്ചില്ലെങ്കിലും, എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒക്കെ ഒരാൾക്ക് ഭക്തനും ആവാം, ജ്ഞാനിയാവാം. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് കണ്ണാടച്ചാൽ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ, ഈശ്വരനെ മാത്രം അറിയുന്ന അവസ്ഥ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈശ്വരനെ മാത്രം ചിന്തിക്കാനായിട്ട് കഴിയുക ഒരാൾക്ക്, മറ്റതിനെയൊക്കെ മറക്കാനായിട്ടും കഴിയുക. അങ്ങനെ അയാളെ ജ്ഞാനിയായി. ഭരതൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഭാഗവത്തിൽ. ഒരക്ഷരം വേണ്ടിയിട്ടില്ല അയാളുടെ ജീവിതത്തിൽ ഒരു ഘട്ടം വരേക്ക്. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയത് അത് തത്വജ്ഞാനമാണ് ഇനിയും പറഞ്ഞത്. അപ്പം അയാളെ വലിയ ജ്ഞാനിയായിട്ടാണ് പറയുന്നത്. മിണ്ടിയിട്ടാണോ ജ്ഞാനിയായത്, എഴുതിയിട്ടാണോ ജ്ഞാനിയായത്, പുസ്തകം എഴുതിയിട്ടുണ്ടോ, പ്രസംഗിച്ചിട്ടുണ്ടോ? ഭരതൻ ഒന്നും ചെയ്തിട്ടില്ല. ഭരതൻ അയാളെ ജ്ഞാനിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനം സംസാരമോ അല്ലെങ്കിൽ പ്രസംഗമോ എഴുതലോ ചെല്ലലോ വായിക്കലോ പാരായണമോ അല്ല കേട്ടോ. പാരായണം ചെയ്ത ആൾ ജ്ഞാനിയാവണമെന്നില്ല. ഒട്ടേനെ പിടിച്ചതിനൊക്കെ ശുണ്ടി ഉണ്ടാവുക, ഇഷ്ടം പോലെ പൈസയിൽ ആഗ്രഹം ഉണ്ടാവും. ഇവരെന്ത് ജ്ഞാനികളാണ്, വായിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ടായില്ല. ജ്ഞാനം ഒരു നിശബ്ദ ഭാവമാണ്, നിശബ്ദമായിട്ട് കണ്ണടച്ച് ഒരു അനുഭവമാണ്. ആ അനുഭവം ഭക്തിയുടെ ക്ലൈമാക്സിൽ ഉണ്ടായിക്കോളും. കുറേ പഠിക്കുക, മീമാംസ തത്വം ഒന്നും ആവശ്യമില്ല, ഗ്രാമർ അറിയണം, അങ്ങനെയില്ല. അക്ലേശതത്വന്നതി, യാതൊരു ക്ലേശവും കൂടാതെ വിമല പ്രബോധ പദവിയും, ആ ജ്ഞാനാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതൊരു അവസ്ഥയാണ് ജ്ഞാനെന്ന് പറഞ്ഞാൽ, അല്ലാതെ വാക്കുകളുടെ കസരത്തല്ല, അനുഭവമാണ്. അതുകൊണ്ട് അത് ഭക്തി കൊണ്ടുണ്ടാവും എന്ന് പറയണം. ജ്ഞാനത്തെ വളരെ അനായാസേന പ്രദാനം ചെയ്യുന്നു. മറ്റൊരു പഠിച്ച് കലകുത്തി സർക്കസ് ചെയ്ത് നേടുന്ന സംഗതി ഭക്തൻ പ്രയാസം കൂടാതെ നേടുന്നു, ഈസി ആയിട്ട് നേടുന്നു. എങ്ങനെയാ? കഥാരസാമൃതചരീ നിർമ്മജ്ജനേന, കഥയാകുന്ന അമൃതപ്രവാഹത്തിൽ അങ്ങട് മുങ്ങ, അത്രയേ വേണ്ടൂ. കഥ പറയുന്നത് ആരാണ്? നമ്മളെയല്ല, വേറൊരു വക്താവാണ് പറയണത്. നമുക്ക് പണിയില്ല എന്നർത്ഥം, കേട്ടിരിക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ അതിൽ നിർമ്മജ്ജനേന മുങ്ങാൻ കഴിയണം. എവിടേക്കും ശ്രദ്ധ പോവാതെ കേൾക്കണം, അത് വളരെ പ്രധാനമാണ്. ആ ശ്രദ്ധയോട് കൂടിയിട്ട് ആവുമ്പോഴേ നമ്മുടെ മനസ്സ് മറ്റെവിടേക്കും പോവാതെ നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ആയാൽ എന്തുണ്ടാവും? വിമല പ്രബോധ പദവി, ഭക്തിയുടെ പാരമ്യാവസ്ഥയാകുന്ന ജ്ഞാനം തന്നെ ഉണ്ടാവും. വെണ്ണ ഉരുകിയിട്ട് നെയ്യായി പോവാൻ വെണ്ണയെന്ന് തന്നെ നെയ്യ് ഉണ്ടാവണം, വേറൊരു വസ്തുവല്ലല്ലോ. അതുപോലെ ഭക്തിയാകുന്ന വെണ്ണ ഉരുകിയിട്ട് എവിടേക്ക് എത്തിക്കോളും? ജ്ഞാനമാകുന്ന നെയ്യിലേക്ക് തന്നെ എത്തിക്കോളും. വെണ്ണ ഉരുക്കേണ്ടതെങ്കിലും ഉണ്ട്, ഇവിടെ അതും ഇല്ല എന്നർത്ഥം. ഇനി പറഞ്ഞ സദ്യസിദ്ധികരി, വളരെ വേഗം കിട്ടുന്നു. പ്രയാസമുണ്ടോ? ഇല്ല. സദ്യ, മലയാളത്തിലത്തെ സദ്യ അല്ല കേട്ടോ, സദ്യവട്ടങ്ങളല്ല, സംസ്കൃതത്തിലത്തെ സദ്യ, വിസർഗട്ട സദ്യ മീൻസ് വളരെ വേഗം. സദ്യ എന്ന് പറഞ്ഞാൽ വേഗം എന്നർത്ഥമാണ്. സദ്യസിദ്ധികരി, സദ്യ കിട്ടും എന്ന് വിചാരിക്കും. ചെറിയ തെറ്റിയിട്ട് പഠിക്കുന്ന ഒരു കുട്ടികളൊക്കെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു സദ്യസിദ്ധികരി, തമാശ അടിച്ചിരുന്നു ഞങ്ങൾ. സദ്യ വേഗം കിട്ടുന്ന ആരാണ്? അത് അങ്ങനെയല്ല കേട്ടോ. സദ്യ മീൻസ് വളരെ വേഗം. സത്യസിദ്ധികരി ജയത്തെ വിഭോ, അതെല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമായി ജയിക്കുന്നു. അതെനിക്കുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന. സൈവാസ്തുമേ, അതെനിക്കുണ്ടാവട്ടെ. സൈവ, അത് തേർഡ് പേഴ്സൺ, അത് ഇറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ. സൈവാസ്തുമേ തത്പദ പ്രേമ പ്രവടിരസാർത്തൃതരം. സൈവ ഭക്തി, എങ്ങനത്തെ ഭക്തി? അങ്ങയുടെ പാദത്തിൽ ഉള്ള അലിവ്, ഭഗവാന്റെ ചിന്താമരപ്പ് പോലെയുള്ള പാദങ്ങൾ മനസ്സിലങ്ങനെ കണ്ണടച്ചിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചാൽ ശരീരമായിട്ടുള്ള ബന്ധമാണ് വിടണം. കൃഷ്ണാന്നാണ്ട് വിളിക്കുമ്പോൾ ആരുപാ എന്ന് വിളിച്ച് ആ പാദത്തെ മനസ്സിലിങ്ങനെ കണ്ട് അതിൽ ആർദ്രമായിട്ട് നിൽക്കാൻ കഴിയണം. അലിവുണ്ടാവുക, രണ്ട് കണ്ണിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകാൻ കഴിയണം.
നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുള്ളവരിലെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ പറയാം എന്നല്ലാണ്ട് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അഹങ്കാരത്തിൻ്റെ കണിക ഉണ്ടാവരുത്. ഭഗവാനെ ആണ് പരമമായിട്ട് പ്രാപിക്കേണ്ടത്. അതിലധികം ഈ ലോകത്തിൽ വേറൊന്നും കിട്ടേണ്ടതില്ല എന്ന വിചാരത്തോട് കൂടിയിട്ട് എനിക്കൊന്നും അറിയില്ല എന്നും യാതൊന്നിനും ഞാൻ ആളല്ല, സർവേശ്വര എന്നെ കൊണ്ട് നടത്തേണ്ടത് അങ്ങാണ്, ഇതാ ഒന്നും അറിയാത്ത ഞാൻ ആ പാദത്തിൽ ആശ്രയിക്കണു എന്ന ഭാവത്തിലുള്ള നിഷ്കളങ്കതയും ഭഗവാനുള്ള സമർപ്പണവും ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്കാണ് ഈ ആർദ്രത ഉണ്ടാവുള്ളൂ. ആർദ്രത എന്ന് പറഞ്ഞാൽ വലിയൊരു വാക്കാണത്. ആർദ്രത വലിയൊരു അർത്ഥമുള്ള വാക്കാണത്. ആ മനസ്സ് അങ്ങോട്ട് അലിവുണ്ടാവണം. ആർദ്രത ദ്രുതതരം, വളരെ വേഗം എന്നർത്ഥം. എനിക്ക് വാതാലയാധീശ്വര ആ ഭക്തി എനിക്ക് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയാണ്. ഭക്തി ഉണ്ടായാൽ ഭഗവാൻ നമ്മുടെ ആയാൽ പിന്നെ എന്തിനാ ഓരോന്ന് ചോദിക്കണം? കൽപ്പവൃക്ഷം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഓരോരോ വസ്തുക്കൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും കൽപ്പവൃക്ഷത്തിനോട് ചോദിക്കണം കേട്ടോ, പക്ഷെ ഭഗവാനോട് അതും വേണ്ട. അങ്ങനത്തെ കൽപ്പവൃക്ഷമാണ് എന്ന് 6ാമത്തെ മറ്റേ ശ്ലോകത്തിൽ നമ്രാണാം സന്നിധത്തിൽ പറഞ്ഞു. ആ ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ നോക്കി ചെയ്തോളും, നമുക്ക് നോക്കി വേണ്ടത് തന്നോളും. അല്ലാത്തത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് ഓർക്കുകയാണ് ഏറ്റവും നല്ലത്. ഓരോന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്നത് വേണം എന്ന് മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. ഭഗവാൻ മാറി നിൽക്കും. എന്നാൽ നീ ഒന്ന് നേരെ നോക്കട്ടെ, ഒന്നും അറിയില്ല എനിക്ക് വേണ്ടത് എന്ന ഭാവേനെ ആശ്രയിച്ച് നോക്കൂ. വേണ്ടതൊക്കെ ഭഗവാൻ നോക്കി തരാം. ഉത്തരവാദിത്വം ഭഗവാനെ ഏൽപ്പിക്കുക. നമ്മളെ ഏറ്റെടുത്താൽ നമ്മൾ ഒറ്റയ്ക്കാവും. എന്നാൽ നീ നോക്കിക്കോ എന്ന് പറയും. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അതുകൊണ്ട് സൈവാർ അസ്തുമേ, ആ ഭക്തി എനിക്കുണ്ടാവട്ടെ. ത്വത്പദ പ്രേമപ്രൗഢിരസാദ്രത, ഭക്തിയുടെ വേറൊരു വ്യാഖ്യാനമാണ് പ്രേമപ്രൗഢിരസാദ്രത എന്ന്. ഭക്തി തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്തിക്ക് കുറച്ചധികം വാക്ക് വെച്ച് വിവരിച്ചു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഒരു വസ്തുവിനെ വിവരിക്കാമല്ലോ നമുക്ക്, അതിനേണ്ടി വിവരിച്ചു, അത്രയേ ഉള്ളൂ. പ്രേമപ്രൗഢിരസാദ്രത എന്ന് പറഞ്ഞാൽ ഭക്തി, ഭഗവാനുള്ള പ്രേമമാകുന്ന അതിൻ്റെ പ്രൗഢി കൊണ്ട്, അതിൻ്റെ ഗാംഭീര്യം കൊണ്ട്, അതിൻ്റെ യോഗ്യത കൊണ്ട് മനസ്സ് അലിയണം. അല്ലാണ്ടെന്നും ഈ മനസ്സ് അത്ര വേഗം അലിയില്ല കേട്ടോ. നമ്മുടെ മനസ്സ് ഭഗവാനിൽ അലിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, പൂർവ്വ പുണ്യം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. അതെനിക്ക് ഉണ്ടാവണം എന്ന് ലാവണേ എന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചേട്ടാ എന്ത് ആ ഒരു ഗുണം, പ്രേമപ്രൗഢി രസാദ്രത എനിക്ക് വേഗം നൽകണേ പാതാലയാധീശ്വര എന്ന് പറയുകയാണ്. അപ്പം കഥ ആകുന്ന രസം ആ പ്രവാഹത്തിൽ അങ്ങനെ മുങ്ങുന്നത് കൊണ്ട് നിർമ്മജ്ജനേന സ്വയം കിട്ടുന്നതാണ് ഭക്തി. സ്തു ആകട്ടെ, തു എന്നാണ് വാക്ക്. ഭക്തിഹി പ്ലസ് തു ആണ് ഭക്തിസ്തു ആവണത്. ഭക്തിസ്തു എന്ന് പറഞ്ഞാൽ വാക്ക് ശരിക്കും അവ്യയം തു എന്നാണ്. തു ചേരുമ്പോൾ വിസർഗം പോയി. ഭക്തി വിസർഗം പ്ലസ് തു ചേരുമ്പോൾ വിസർഗം പോയിട്ട് സ്തുവായി, കൂട്ടി ഭക്തിയും തൂയും കൂട്ടിയ ഭക്തിസ്തുവായി. ആ ഭക്തി ആകട്ടെ കഥാരഥാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, കഥയാകുന്ന മൃതപ്രഭാതരുപൊങ്ങി താനേ ഉദിച്ചുണ്ടായിക്കോളും. വിമലപ്രബോധ പദവി രണ്ടാമത് ഓരോരോ ആയിട്ട് എണ്ണി പറയുകയാണ്. സ്വയം സിദ്ധ്യന്തി സ്വയമേവ കഥയിൽ നിന്ന് ലഭിക്കുന്നതും. വിമലപ്രബോധ പദവി പരമായിരിക്കുന്ന കാഷ്ട ഉയർന്ന അവസ്ഥയിൽ ജ്ഞാനമായി മാറുന്നു. ഭക്തി തന്നെയാണ് ജ്ഞാനം. ഉയർന്ന ഭക്തി ജ്ഞാനം രണ്ടല്ല എന്നർത്ഥം. മൂന്നാമതോ അക്ലേശതന്വതി, വിഷമം കൂടാതെ കിട്ടും. അതുതന്നെയാണ് സദ്യസിദ്ധികരി. താമസവും ഇല്ല. ക്ലേശം എന്ന് പറഞ്ഞാൽ ക്ലേശം ഇല്ലാണ്ട് കിട്ടണത്. സമയം കാത്തിരിക്കണം എന്നുണ്ടോ വെച്ചാൽ അത് വേറെ പറഞ്ഞിരിക്കണം. സദ്യസിദ്ധികരി വളരെ വേഗവും ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ജയതി, ഹേ വിഭോ ജയതി, തത് ഭക്തി അങ്ങനെ ജയിക്കുന്നു. അതുകൊണ്ട് എനിക്കുണ്ടാ ഭക്തി ഉണ്ടാക്കി തരയണമേ. സൈവാർത്തുമേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രത, എത്തരം ഭക്തി? അങ്ങയുടെ പാദത്തിലുള്ളതായ അലിവാകുന്ന ഭക്തി ഉണ്ടാക്കി തരയണമേ. സദ്യസിദ്ധികരി വരേക്ക് ഭക്തിയുടെ പ്രത്യേകതയാണ്. ശൈവാസ്തുമേ മുതൽക്ക് പ്രാർത്ഥനയാണ്. ഭക്തിയുടെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്. പ്രേമ പ്രൗഢിരസാദ്രത ധൃതരം, ആ പാദപത്മത്തിലുണ്ടാകുന്ന അലിവാകുന്ന ഭക്തി. ഒരു വിശേഷണം കൊടുത്തു ഭക്തിക്ക്. എന്താ ഭക്തി പറഞ്ഞാൽ? ഭക്തിയെ പറയാൻ കുറേണ്ട. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഭഗവത് പാദപത്മത്തിലുള്ള അലിവാണ് ഭക്തി. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം.
ആ പാദപത്മത്തിലുള്ള അലിവാകുന്ന ഭക്തി എനിക്ക് ഉണ്ടാകണമേ. 5 കാര്യങ്ങളാണ്. കഥാരഥ അമൃതമയി അമൃതശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വരേക്ക് ഒരു കാര്യമാണ്. സ്വയം സിദ്ധ്യന്തി വരേക്ക് കഥാമൃതത്തിൽ മുങ്ങി താനേ കിട്ടുന്നതും സ്വയം സിദ്ധ്യന്തി. നമ്പർ 1. വിമല പ്രബോധ പദവി. പ്രബോധം ജ്ഞാനം. ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവുണ്ടാവുക, ബോധം ഉണ്ടാവുക, അതാണല്ലോ ജ്ഞാനത്തിലെത്തിക്കുന്നത്, ജ്ഞാനപദവിയിലേക്ക് എത്തിക്കുന്നത്. അക്ലേശത തന്നതി, ക്ലേശമില്ലാതെ കിട്ടുന്നത്. വലിയ അധ്വാനമൊന്നും ഒന്നുകൊണ്ടും വേണ്ട, ബുദ്ധി കൊണ്ടും വേണ്ട, ശരീരം കൊണ്ടും വേണ്ട. 4-മത്തെ സദ്യസിദ്ധികരി, പെട്ടെന്ന് തന്നെയാണ്. അക്ലേശത തന്നതി എന്ന് പറഞ്ഞാൽ കാലതാമസമുണ്ടോ? അതുമില്ല. സദ്യ വളരെ വേഗം കിട്ടുന്നു. സദ്യസിദ്ധികരി ജയത്തെ വിഭോ, ജയിക്കുന്നു. എനിക്കതുണ്ടാവണം. ഭഗവത് പാദപത്മത്തിലുള്ള അലിവാകുന്ന ആ സംഗതി, സൈവാസ്തു, ഈ പറഞ്ഞ സംഗതി എനിക്കുണ്ടാവട്ടെ. ഭക്തിസ്തു കഥാരതാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. സിദ്ധ്യന്തി വരേക്കാണ് ഒരു ഭാഗം. സ്വയം സിദ്ധ്യന്തി, സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി. ശ്ലോകം ചെല്ലുമ്പോൾ അങ്ങനെ രസം എന്ന് തോന്നും. അപ്പം അതിൻ്റെ അർത്ഥം ശരിയാവില്ല. നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, അവിടെ നിർത്തണം. വിമല പ്രബോധ പദവി, ജ്ഞാനത്തെ തരുന്നത്. അക്ലേശത തന്നതി, പ്രയാസമില്ല. സദ്യസിദ്ധികരി, വേഗം കിട്ടും ചെയ്യും. അതുകൊണ്ട് സൈവാർത്തുമേ, ഇങ്ങനെയൊക്കെ ജയിക്കുന്നു. ജയത്തെ വിഭോ സൈവാർത്തുമേ ത്വത്പദ പ്രേമ പ്രവൃത്തിസാത്രിതാം. ഒന്നും കൂടി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പാദപത്മത്തിലുള്ളതായ ലിവാകുന്ന ഭക്തി ഹേ വാതാലയാധീശ്വര എനിക്ക് നൽകണമേ പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.